ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കൊഞ്ച് വെച്ചൊരു വട ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിന് ഞാൻ 1/2 കിലോയ്ക്ക് അടുത്ത് കൊഞ്ചെടുത്തിട്ടുണ്ട്. കൊഞ്ച് പൊളിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതാണെന്ന് അടപ്പത്ത് വെക്കണം. ഇച്ചിരി 300 പരിപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് കൂത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അരയ്ക്കാം. പരിപ്പ് നമുക്കൊന്ന് അരയ്ക്കാം. നമുക്ക് മിക്സിയിലോട്ട് നമ്മൾ അരച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇടാം. നമ്മൾ ഈ കണക്കിനാണ് അരച്ചേക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഇത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കരിവേപ്പില ഇത്ര എടുത്തിട്ടുണ്ട്, 3 ഉള്ളി എടുത്തിട്ടുണ്ട്, 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി തോനെ എടുത്ത് നമ്മൾ കൊഞ്ചിനൂടെ ശകലം ചേർക്കുന്നതുകൊണ്ടാണ്, കൊഞ്ചും കൂടെ ആയതുകൊണ്ടാണ് തോനെ വായുവൊക്കെ കയറാതിരിക്കാൻ വേണ്ടി ആണ് ഞാൻ ഇച്ചിരി ഇതും കൂടെ ചേർക്കുന്നത്. ഇത്ര തോനെ എടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് ചതയ്ക്കാം, ഇതൊന്ന് അരയ്ക്കുകയും ചെയ്യാം. കൊഞ്ച് പൊളിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതാണെന്ന് അടപ്പത്ത് വെക്കണം. ഇച്ചിരി ഇത്രയും കൂടെ ഇടുന്നത് നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്. അതിനകത്തൊരു ശകലം കറി മസാല ഞാൻ ചേർക്കുന്നുണ്ട്. ഇറച്ചിക്കൂട്ട് മസാലയാണ്. ഉപ്പൂടെ ആ പാകത്തിന് ശകലം മഞ്ഞപ്പൊടിയും കൂടെ ഒരു ലേശം ഉപ്പൂടെ ആ പാകത്തിനിട്ട് ഞാൻ ഇനി അടപ്പത്തോട്ട് വെക്കാം. നമുക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ടെന്ന് വേവട്ടെ. കൊഞ്ച് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊഞ്ചൊന്ന് അരയ്ക്കാം. നമ്മൾ പരിപ്പ് അരച്ചതിനകത്ത് തന്നെ ഇടുക, ചതച്ചെടുക്കുക. വടുക അരയ്ക്കുന്നതും ചതച്ചെടുക്കുന്നതേ ഉള്ളൂ. ഒന്ന് ചെറുതായിട്ടൊന്ന് മീഡിയം അരച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത് പേസ്റ്റാക്കി ഇടാം. കരിവേപ്പില ഞാനൊന്ന് കണ്ടിച്ചിട്ടുണ്ട്, അതും ഇടാം. ചുവന്നുള്ളി ഇടാം. വറ്റൽമുളകാണ് എടുത്തത്, വറ്റൽമുളകും ഇടാം. ഇനി നമ്മുടെ കൊഞ്ചാണ് ഇടാൻ പോകുന്നത്. അരച്ചതാണ് ഇടാൻ പോകുന്നത്. ഉപ്പിടാം. കുഴച്ച് വെച്ചേക്കുവാണ്. എല്ലാം റെഡിയായി. ഇനി നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ചീനിച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഒന്ന് ചൂടാവട്ടെ. ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിക്കാം. നമുക്ക് എണ്ണയിലോട്ട് ഇടാം. വട മൂത്ത് വരുന്നുണ്ട്. നമുക്ക് ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് അത് കോരാം. കൊഞ്ചുവട റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യണം. നിങ്ങളും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ ഒരെണ്ണം കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ്. കൊഞ്ച് വെച്ച് നമ്മൾ വട ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം ഫ്രണ്ട്സ്.